ഹായ്, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് 4ാമത്തെ ദിവസം വിയറ്റ്നാമിൽ എയർബിഎൻബിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി കാണിച്ചത്. നമ്മൾ ഈ എയർബിഎൻബിൽ അവിടെ താമസിച്ചെന്ന് പറഞ്ഞു. സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓഷ്യൻ സൈറ്റ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എയർബിഎൻബി ആയിരുന്നത്. സോ അതിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല വാഷ്റൂം, കാര്യങ്ങൾ, ബെഡ്റൂം, അതുപോലെ തന്നെ ബാൽക്കണി, സിറ്റിംഗ് ഏരിയ. നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആകെ 3600 രൂപ 2 ദിവസത്തിന്, ആകെ 1500 ഒരു ദിവസം എഴുതുന്നുള്ളൊരു ഫുൾ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടാണ്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോച്ചിമിൽ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പോകുന്നത് ഇനി ഹൊയാനിലേക്കാണ് കേട്ടോ. ഹൊയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻഷ്യൻ ടൗൺ ആണ്. സോ എക്സൈറ്റഡ് ടു ഗോ ടു ഹൊയാൻ. അങ്ങനെ നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. സോ ഇതാണ് മസാല ദോശ, എന്താണ് എഗ് ദോശ. യെസ്, ഫുഡ് കഴിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ വയറിനൊക്കെ പിടിക്കുക. അപ്പോൾ അതിനുള്ള ഒരു ഗുളികയൊക്കെ കയ്യിൽ വെച്ചിട്ട് വേണം വരാൻ. നമ്മളിങ്ങനെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ട്രീറ്റ് ഫുഡ് തന്നെ ബാക്കി ലാസ്റ്റ് 2 ദിവസം ട്രൈ ചെയ്താൽ നമുക്ക് നാട്ടിൽ പോയിട്ട് ചികിത്സിച്ചാൽ മതിയല്ലേ ഇനി. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ആൻഡ് വിൽ മൂവ് ടു ഹൊയാൻ. അങ്ങനെ നമ്മൾ ഹൊയാനിലെത്തിയിരിക്കുകയാണ്. സോ ഹൊയാനിൽ നമ്മൾ കുറച്ച് ഈ ട്രിപ്പിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാൻഡ് പാലസ് ഹൊയാൻ എന്ന് പറഞ്ഞ ഈ ഹോട്ടലാണ്. ഗംഭീര ആംബിയൻസ് ആണ് കേട്ടോ ഹോട്ടല്. ഇതൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവർ. സോ ഇതിന് 12,000 രൂപയുടെ ഞാൻ ഹോട്ടലിലെ റൂമാണ് കേട്ടോ അത്. പക്ഷേ അഗോഡയിൽ നല്ല ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 4000-നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. കിട്ടില്ല ആംബിയൻസ് കാര്യങ്ങളാണ്. ഈ ഹൊയ എന്ന് പറഞ്ഞ ട്രഡീഷണൽ ഏരിയ കൊണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ലോക്കൽ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഞാനിവിടെ അത്യാവശ്യം ഈ ഒരു ട്രിപ്പിൽ കുറച്ച് നല്ലൊരു ഹോട്ടലിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്തത്. ബാക്കിയെല്ലാം എയർബിഎൻബിസ് നോർമൽ ഹോട്ടൽസാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്താണ്. സോ റൂംസ് കാര്യങ്ങളൊക്കെ ആവശ്യം ഹോട്ടലാണ്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ഫ്രീ ഉണ്ട്. സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരുടെ ബീച്ചിലേക്ക് പോയി വരുന്ന സാധനങ്ങളുടെ വണ്ടിയുടെ ഒരു ടൈമിംഗ് വന്നിട്ടുണ്ട്. സൈക്ലിംഗ് കൂടെ ഫ്രീ ആണ്. ഇവിടുത്തെ ഒരു കൾച്ചറൽ ഷോന്റെ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബാസ്കറ്റ്ബോൾ ടൂറാണ് ഇവിടുത്തെ മെയിൻ. ഇവിടുന്ന് 2 കിലോമീറ്റർ എങ്ങാനുള്ളൂ. പക്ഷെ ഇവർ 250,000 പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് 100,000 പിന്നെ കറക്കുന്നതിനും 100 അടക്കം അത്ര ചെറിയ എമൗണ്ട് വരുന്നുണ്ട്. 200 വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയി നോക്കാതെ നല്ലതെന്ന് തോന്നുന്നു. Come in, please. നമ്മളെ റൂം വരുന്ന ഗംഭീര ആംബിയൻസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റുള്ള റൂമാണ്. പക്ഷെ എനിക്ക് നഗയുടെ എന്തോ ഓഫേഴ്സിന് കിട്ടിയതാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബെഡ്റൂം സൗകര്യം ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാഷ്റൂം വരുന്നത്. എവിടെ കാണാത്തൊരു സെറ്റപ്പാണിത്. സോ ഒരു പക്ക ഒരു ഹണിമൂൺ ഷൂട്ട് പോലൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ആകെ തന്നെ ഒരുപാട് ആ പ്രൈസിന് വേർത്താണ്. ഒരുപാട് സാധനങ്ങൾ അവർ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂള് ആക്സസ്, അതേപോലെ തന്നെ ബൈക്സുകൾ കാര്യങ്ങളൊക്കെ. സോ ഗ്രാൻഡ് സൺറൈസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. സോ ട്രൈ ടു ചെക്ക് ഇൻ. ചിലപ്പോൾ ഓൺലൈനിലൊക്കെ നല്ല ഓഫേഴ്സ് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ എടുക്കാം. സോ കമ്പാരിറ്റീവ്ലി ഇങ്ങനത്തെ ഒരു പ്ലേസിൽ ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ് കേട്ടോ. നമുക്കൊരു കുറച്ച് നേരത്തെ തന്നെ ചെക്കിനും ചെയ്തു തന്നു. 2 മണിക്ക് ശേഷം ഒരു 12 മണിക്ക് തന്നെ ചെക്ക് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ബൈസിക്കിളും വരവൊക്കെ ഉണ്ട്. ഇപ്പോൾ പേര് ബൈസിക്കിൾ എടുത്തിട്ട് കറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല പീസ്ഫുൾ ഒരു ട്രഡീഷണൽ സ്ഥലമാണിത്. സോ ഞാൻ 2 ആൾക്കും ഇവിടെ തന്നെ ഇവരുടെ തന്നെ ബൈസിക്കിളും കിട്ടി. സോ ജസ്റ്റ് ഒന്ന് കോക്കനട്ട് വില്ലേജിലൊക്കെ പോരട്ടെ. ഉച്ച സമയമായി, കുഴപ്പമില്ല, വലിയൊരു വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പോവാണ്. ഈ സ്ട്രീറ്റ് ഉണ്ടെങ്കിലേ ഇതൊക്കെ രാത്രി നമ്മള് കംപ്ലീറ്റ് ലുക്ക് അങ്ങോട്ട് മാറും കേട്ടോ. ഇതെല്ലാം നമ്മള് ഇപ്പൊ പോകുന്ന കോക്കനട്ട് വില്ലേജിലേക്കാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി അടിപൊളിയാണ് ടൗണും കാര്യങ്ങളൊക്കെ. ബാക്കിൽ വരുന്ന ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. കാരണം ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രീമിയം ഹോട്ടൽസ്, എയർബിഎൻബിസ്, ഹോം സ്റ്റേസ്, ഹോസ്റ്റൽസ് എല്ലാം അവൈലബിൾ ആണ്. സോ ഹൊയാൻ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്റ്റേ ചെയ്യാന്നുള്ള ലെവലിൽ വന്നത്. നിങ്ങൾക്ക് ഞാൻ വന്നു പോവുകയും ചെയ്യാം. 3/4 മണിക്കൂർ മാത്രമുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. നമ്മൾ ആ കോക്കനട്ട് വില്ലേജിലെത്തി. കോക്കനട്ട് വില്ലേജിലേക്ക് ഇനി ഇവിടുന്ന് പോകാനുണ്ട്. പക്ഷെ ഇവർ ഇവിടുന്ന് നമ്മളെ ബോട്ട് കയറ്റി അവിടെ കൊണ്ടുപോയി കോക്കനട്ട് വില്ലേജിൽ കറക്കവും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്ന പറഞ്ഞ് ഒരാൾക്ക് ഒരു 1 hour ഉണ്ടാവും. ഏകദേശം ഒരാൾക്ക് 100,000 വരും. നമ്മൾ മോർണിംഗ് ആയിരുന്നു ആക്ച്വലി വരേണ്ടത്. പക്ഷേ ഇപ്പോൾ കാര്യമില്ല. ഇവിടെ അതിനെ കൊണ്ടാണ് ആളില്ലാതെ. കോക്കനട്ട് വില്ലേജിലേക്ക് പോയി ഭയങ്കര ക്രൗഡായിരിക്കും. സോ
ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് കുറഞ്ഞു കിട്ടും. ഞാൻ കേട്ടത് 100,000 കൊണ്ടുപോകാനും 100 കറക്കാൻ മാത്രം 100 ഒരാൾക്ക് ചാർജ് ചെയ്യുന്ന പറഞ്ഞേ. ശരി, എല്ലാം കൂടി 100 എന്നാണ് പറഞ്ഞത്. ബട്ട് സോ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. വൺ പീസ്ഫുൾ വൈബ് നമുക്ക് കിട്ടിയിട്ടോ. മൊത്തത്തിൽ ആരുമില്ല അവിടെ. ആശാനാണെങ്കിൽ ഭാഷ ഒന്നും മനസ്സിലാക്കണം. നമ്മൾ അവസ്ഥ കണ്ടിട്ട് മൂപ്പരണ്ട തണലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ട്രഡീഷണൽ വിയറ്റ്നാമീസ് ക്യാപ്പൊക്കെ തന്നു. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ തൊഴഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇവരത് തൊഴാനൊക്കെയുള്ള അവസരം തരുന്ന പറഞ്ഞു. പക്ഷെ കറക്കലാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്നായിട്ട് അവർ ഈ ഇതിനെ കൊണ്ട് വേല ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊന്നത് ചവിട്ടി ചുറ്റാനാണ്. എന്തിനാണുള്ളത്? എന്തിനുള്ളതെന്ന് അറിയില്ല. അല്ല അവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടില് നല്ല എന്നിട്ട് അത് പൂ പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൈയാണിക്ക് കയ്യിലെ തറ്റം എടുത്തിക്കണ. അത് കൊറേ മടക്കലുണ്ടല്ലേ. ആ സാധനത്തിനോട് ചാക്കുനൂല് വെച്ചിട്ട് അതിനൊരു ഹോൾ ഉണ്ടാക്കി ഈ സാധനം തന്നെ അതിനോട് ഒന്നില്ല, ഈ ഇതിന്റെ ഇല കൊണ്ട് തന്നെ കുറച്ച് ചെയ്തുണ്ടാക്കി കേട്ടോ. വേ ഓഫ് വിയറ്റ്നാമിക് ട്രഡീഷൻ. Ok, anh không như đây. Bên này, ống này nè. Ok. എന്നിട്ട് കഴിക്കണം. യെസ്, എന്റെ കയ്യിലിട്ട് തന്നിരിക്കുന്നു. യെസ്, വേറെ ഐറ്റംസ് ഉണ്ടാക്കിയത് ഇട്ടെടുക്കണം. എന്താണ് Không nữa. അങ്ങനെ അടുത്ത ഓലച്ചീന്തുകൾ കൊണ്ടുള്ള കലാവിരുത് തെളിയിച്ചിരിക്കുകയാണ്. ആദ്യം നമുക്കൊരു ഇത് ഉണ്ടാക്കി തന്നു. പിന്നെ അതിനുശേഷം എന്താ സംഭവം മനസ്സിലാവില്ല, വട്ടം ഉണ്ടാക്കി തന്നു. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മറ്റേ ഇല വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, ഓലിൻ്റെ ഇല വെച്ചിട്ടൊക്കെ അതേപോലത്തെ ഒരു ഐറ്റംസ് കേട്ടോ. സോ അങ്ങനത്തെ ലോക്കൽ എക്സ്പീരിയൻസസ് നല്ല രസമാണ്. iPhone photo ha. എന്താ വയസ്സിപ്പെടുന്ന എടുത്തോണ്ടോ വന്നിട്ട് ആ ആളില്ല, നല്ല റിസപ്ഷൻ. മറ്റേടത്ത് എത്തിക്കഴിഞ്ഞാൽ ഫുൾ ക്രൗഡ് ആയിരിക്കുന്ന കേട്ടത്. സോ ആശാൻ ഇങ്ങനെ തൊഴുന്നുണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ തൊഴിഞ്ഞെടുത്ത് അങ്ങനെ പോവാണ്. ഇത് ഒരു ഈസി അല്ല കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. കൈ അങ്ങോട്ട് കടയും കുറച്ച് നേരം തൊഴുമ്പോഴേക്ക് പൂതിയാണ്ട് മാറും. ബാക്ക് വാട്ടേഴ്സ് ആണ് കേട്ടോ. അത് ശരിക്കും ബാക്ക് വാട്ടേഴ്സിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ താറാവ് എത്തി. ഞം തിന്ന സ്ഥലമാണ് കോക്കോട്ട്. ഇത് ചെറുത് മക്കളെ ഇനി വരാൻ പോകുന്നുള്ളതല്ലേ, നല്ല കുലുക്കം തുടങ്ങി. ഭയന്റെ തല്ല് തുടങ്ങി. Okay, guys.
അറിയാ ഷബാസിനെ ഇന്റർവ്യൂ ചെയ്യാം. ഹൗ വാസ് ദി സ്പിന്നിങ്? മാരക എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. 100,000 ഇത് ടോമോ മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം 410-300 രൂപ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടാട്ടോ ബാസ്കറ്റ് ബോട്ട് റൈഡ് എന്ന് പറയുന്നത്. സോ ഈ ബോട്ട് കൊണ്ടുപോയി പിന്നെ ഒരു ക്രാബ് ഫിഷിംഗ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രാഫ്റ്റിംഗ് ഉണ്ടാവും. ഇതുപോലെ ക്രാഫ്റ്റ് എന്നാണ് ഒരു കരകൗശല വസ്തുക്കൾ പോലെ. അപ്പോൾ ഇല വെച്ചുള്ള അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു സ്പിന്നിങ് ഉണ്ട്. സ്പിന്നിങ് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ജസ്റ്റ് ഒരു നെയിം ഷേക്ക് കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കുള്ളൂ. ഓവർ കറക്കാനും പറ്റില്ല, നമുക്ക് തല കറക്കണം. സോ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് വന്നാലും ചെയ്യുക. ആ പ്രൈസിനുള്ള വേർത്തുണ്ട്. അങ്ങനെ നമ്മൾ ആ ടൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ബഫലോ ടൂർ ഉണ്ടായിരുന്ന, അതായത് ഒരു വാട്ടർ ബഫലോ എന്ന് പറയുക, വെള്ളത്തിൽ നമ്മളെ പോത്തിനെ കറുത്ത് കയറി ഇരുന്നിട്ട് പോകാൻ പറ്റും. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ ഭയങ്കര $15 ഒക്കെ പറഞ്ഞേ. സോ അത്ര വേർത്തായിട്ട് തോന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. നിങ്ങൾക്ക് ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ബുഫലോ റൈഡ് എന്ന് പറയും ഇവിടെ, അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ഇറങ്ങിയാണെന്ന് നോക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല. ഇനി നമ്മൾ ഈവനിങ് ആകുമ്പോൾ ഇറങ്ങാം. നൈറ്റ് ലൈഫ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പം ഒരു ബൻമി നല്ല ഫേമസ് ആയിട്ടുള്ള അവിടെ ഒരു ഷോപ്പ് കണ്ടു. അവിടേക്ക് ഒന്ന് പോയി നോക്കട്ടെ. അപ്പൊ നമ്മള് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബൻമി കഴിക്കാൻ വേണ്ടി വന്നത്. ഭയങ്കര തിരക്ക്. നമുക്ക് ഇവിടുത്തെ ഫേമസ് ഷോപ്പാണ് ബൻമി സിൻസ് 1989. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൻമി വിത്ത് ചീസ് പവറായിട്ടാണ്. പിന്നെ ഒരു ജ്യൂസും പറഞ്ഞു. പോക്ക് ഉണ്ടാവും, ബീഫ് ഉണ്ടാവും. ഞാൻ ബീഫിലാണ് പറഞ്ഞിട്ടുള്ളത്. ട്രൈ ദിസ് വൺ. ബൻമി മിസ്സാക്കരുത് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഐറ്റം തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ബ്രെഡിന്റെ ഇടയിൽ. എത്രത്തോളം ഫ്രഷ് ബ്രെഡ് അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സോസേജ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ളത്. ഇതാണ് ബൻമി കേട്ടോ. ബ്രെഡിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണ്ടോ ബീഫ് സാധനങ്ങളൊക്കെ. വിശ്വല്ല này là câu đầu à? Ai có đá cơ mà. ലാന്റേൺസ് സിറ്റി. ഹൊയാനിൽ വന്നു കഴിഞ്ഞാൽ വിളക്കുകളുടെ നഗരമെന്നാണ് ഹൊയാൻ അറിയപ്പെടുന്നത്. സോ നൈറ്റാണ് ഇങ്ങോട്ട് ഇറങ്ങേണ്ടത്. കംപ്ലീറ്റ് വൈബിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയി 8 മണിക്കാണ് പോകുന്നിരിക്കുന്നത്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പോവാണ്. നല്ല കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ട് വരാം. എൻജോയ്. സോ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് എക്സൈറ്റഡ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തോ ആണ്, എന്ത് കയറി കഴിക്കണം എന്നുണ്ട്. ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സ് ആണ് കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങള്. ഇതാണ് പല കൺട്രീസിലെ ആക്ച്വൽ നൈറ്റ് ലൈഫ് എന്ന ആൾക്കാർ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് പ്ലേസ് കേട്ടോ. ഇവിടെ ആൾക്കാരുണ്ട്. ഫുൾ ബോട്ടിൽ ഇങ്ങനെ പോവാ. നമുക്ക് ലാൻഡേൺസ് കൊച്ചു കൊച്ചു ദീപങ്ങൾ നമുക്ക് പോയാൽ ഒഴുക്കി വിടാനും പറ്റുന്നതാണ്. സോ ഒരു വൈബ് മാർക്കറ്റ് കേട്ടോ ഹൊയാൻ. ഞാൻ വിയറ്റ്നാമിൽ വന്നിട്ട് നമ്മൾ ഇത്രയും വൈബായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഫുള്ള് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും ലൈറ്റ്സാണ്. ഈ ലാൻഡേൺ ലൈറ്റ്സ് ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഹൊയാന്റെ സിറ്റി ഓഫ് ലാൻഡേൺസ്. നമ്മളതിൽ ഏകദേശം ഡോളേഴ്സ് തീർന്നു. അതേ കറൻസി മാറ്റിയിട്ട് തരണം. നമ്മൾ ഒരുപാട് ആൾക്കാർ ബോട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഒന്നുമില്ല. അവിടുന്ന് ഒരു ഫിക്സഡ് ടിക്കറ്റ് ആണെന്ന് തോന്നുന്നു, അത് എടുക്കണം. പിന്നെ അവരെ ബോട്ടിൽ കയറാ, അവരുടെ ലാൻഡേൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇതാണ് ഇവിടുത്തെ ഒരു നാഷണൽ ഡ്രിങ്ക് കേട്ടോ. പക്ഷെ ഒരു ചെറിയ പുളിയാണ് അത് ഇറക്കുമ്പോൾ. അത് നമുക്ക് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്താക്കാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഷുഗർ കെയിൻ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. സോ വി ആർ ട്രൈങ് ടു ഷുഗർ കെയിൻ. നമ്മളിപ്പോൾ കറൻസി മാർക്ക് മാറ്റി റെഡി ആയി വന്നിരിക്കുകയാണ്. ഒരു ഫ്രൂട്ട്സ് കഴിച്ചു നോക്കി. നാച്ചുറൽ ഫ്രൂട്ട്സ് നല്ല സാധനം കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ജസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കാം. ഫുള്ള് വൈബ് എൻജോയ് ചെയ്ത് നടക്കാം. ഫുൾ ടൂറിസ്റ്റുകൾ 80-100% ടൂറിസ്റ്റുകൾ തന്നെ പറയാം. അതന്നെ ഉള്ളൂ ഇവിടെ. അത്രയും ഫേമസ് പ്ലേസ് ആണത് ഹൊയാൻ.
Đây là có đầy đủ công nhân không? Công nhân này đưa rồi. നമ്മളിങ്ങനെ ജസ്റ്റ് എൻജോയ് ചെയ്ത് നടക്കണം കേട്ടോ. അപ്പൊ ഒരു കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. കാരണം ഒരു ചെറിയൊരു ഹ്യൂമിഡിറ്റി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ദാഹവും കാര്യങ്ങളാണ്. സോ നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് കഴിച്ചു. പിന്നെ ഇപ്പോൾ അവിടെ ഒരു ജ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നൈറ്റ് വന്നു കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് പർച്ചേസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ മെയിൻ മാർക്കറ്റാണ്. എന്ന് വെച്ചാൽ കുറച്ച് വില പേശേണ്ടി വരുന്നേ ഉള്ളൂ. കാരണം ടൂറിസ്റ്റുകളായതുകൊണ്ട്, മൊത്തം വരുന്ന ടൂറിസ്റ്റുകളായതുകൊണ്ട് തന്നെ അവർ നല്ല റേറ്റ് ആണ് പറയാം. പത്തൊക്കെ തന്നെ കണ്ടിട്ട് ഭയങ്കര മധുരം. അങ്ങനെ നമ്മള് ഹൊയാനിലെ സ്പെഷ്യൽ ഐറ്റമായ ലാൻഡൺ ബോട്ടിൽ കയറിയിട്ടുണ്ട്. 200 പറയും, 150 നെഗോഷിയേറ്റ് ചെയ്ത് ഇതിന് 10,000 വേറെ ചോദിച്ച് അവസാനം എല്ലാം കൂടി 150 തരാന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ അപ്പുറത്ത് ഒരു ഗ്രീൻ ഷർട്ട് ഇട്ട ആൾക്കാരെ കാണാം, ഗ്രീൻ ടീ ഷർട്ട് ഇട്ട്. അവരാണ് ഒഫീഷ്യൽ, അവരുടെ ഒരു ടിക്കറ്റ് റേറ്റിംഗ് ഉണ്ട്. എനിക്ക് അവർ 160 ആണ്. പക്ഷെ ആ ബോട്ടിനകത്ത് അത് തൊയഞ്ഞാ പോ, സ്ലോയില് പോവുകയും 1-2 ലാൻഡൻസ് ഉള്ളൂ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് കളർ ലാൻഡൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൾക്കാർ നിങ്ങളുടെ ചോദിച്ചുകൊണ്ട്. അപ്പം അവിടെ ഉള്ളത് ഫിക്സഡ് റേറ്റ് ആണോ മാറ്റാൻ പറ്റില്ല. ഇത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ആൾക്കാർ 3-4 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ അത്രയും കുറച്ച് തരും. അങ്ങനെ നമ്മൾ ലാൻഡേൺ ഒഴിക്കാൻ പോവാൻ കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടോ. ഞാൻ നല്ല സോനിയർസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ ഞാൻ ഒരുപാട് ഇതാക്കുന്നില്ല. എനിക്ക് സ്ട്രീറ്റ് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് അറിയാം സ്ട്രീറ്റ് എങ്ങനെ ഇതാക്കണം എന്നുള്ളത്. സോ നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഫുഡല്ലാത്ത എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാൻ കേട്ടോ നമ്മുടെ പോളിസി. ഫുഡിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കാറുണ്ട്. ഫുഡൊക്കെ വളരെ ചെറിയ പൈസ ഉള്ളൂ. 30,000 40,000 എന്നൊക്കെ പറയുമ്പോൾ 100 രൂപ 60 രൂപ 200 രൂപ അങ്ങനെയൊക്കെയാണ്. ചീപ്പാന്ന് പറയാറില്ല. നമ്മൾ ഒരു 2-3 ആളൊക്കെ വെച്ച് ഇറങ്ങുമ്പോൾ ഭയങ്കര രസമായിരിക്കും. നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചാൽ എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാന്നുള്ളൂ. വയറ് നിറയ്ക്കാൻ വേണ്ടി കഴിക്കരുത്. സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ ഒന്ന് കോഷ്യസ് ആവുക വായി വെച്ച് കഴിക്കുമ്പോഴൊക്കെ, അത്രേ ഉള്ളൂ. സോ ബോട്ടിങ്ങും കരോളിലും തന്നെയാണ് മെയിൻ. ഒരു ഓഫ് സീസൺ ആയിട്ട് പോലുള്ള ക്രൗഡാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ പാർട്ട് 4 അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് പറയാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തിരുനാങ്കലുള്ള Airbnb ചെക്കൗട്ട് ചെയ്തു. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹൊയാനിലേക്ക് വന്നു. ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഏകദേശം 45 മിനിറ്റ് എടുക്കും ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗ്രാൻഡ് സെൻട്രൽസ് ഹോട്ടലായിരുന്നു നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് ഒക്കെ വെച്ച ശേഷം നമ്മൾ ആദ്യം പോയത് കോക്കനട്ട് ഐലൻഡിലേക്കാണ്. ഇവിടെയുള്ള ബാസ്കറ്റ് ബോട്ട് റൈഡിങ് സ്പിന്നിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു ബന്നി കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ നൈറ്റ് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഹൊയാനിലെ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ലാൻഡേൺസ് വെച്ച് അലങ്കരിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫുഡും കാര്യങ്ങളും ട്രൈ ചെയ്യാനും പറ്റും. ഒരിക്കലും മിസ്സാകരുത് ഹൊയാനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹൊയാൻ ഒരു ട്രഡീഷണൽ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വേറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരു ബൈസിക്കിളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു പാട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഡനാങ്ങിലെ വിശേഷങ്ങളുമായിട്ട് പാർട്ട് 5 കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമന്റ് ഫോർ മോർ.